ജോവാൻ ഒരു പെട്ടിക്കുള്ളിൽ ഇരുന്നിട്ട് അതിലിരുന്ന സ്ക്രൂ നാക്ക് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ആരും അറിയാതെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഒരു സലൂണിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. കാരണം അവന് അവിടെ ജോലിക്ക് കയറണം. പിറ്റേ ദിവസം അവിടേക്ക് അവൻ ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഒരു ലേഡി അവന് എന്തൊക്കെ ചെയ്യാൻ അറിയാമെന്ന് ചോദിക്കുന്നു. അതിനവൻ വാഷ് ചെയ്യാനും കട്ട് ചെയ്യാനും ബ്ലോ ഡ്രൈ ചെയ്യാനൊക്കെ അറിയാമെന്ന് പറയുന്നു. അപ്പൊ അവന്റെ പെരുമാറ്റവും രീതിയൊക്കെ കണ്ട് അവിടെയുള്ളവർ അവനെ കളിയാക്കി പറഞ്ഞു വിടുന്നു. ശേഷം ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ഇന്റർവ്യൂവിന് പോവാണ്. അവിടെയും ഒരു പെണ്ണവനോട് എന്തൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നു. അതിനവൻ പലതരത്തിൽ എനിക്ക് പുഷപ്പ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുകൂടാതെ എനിക്ക് നിങ്ങൾ സാലറി ഒന്നും തരണ്ടെന്നും പകരം എനിക്ക് ജോലി പഠിപ്പിച്ച് തന്നാ മതിയെന്നും അതിന് നിങ്ങൾക്ക് ഞാൻ ട്യൂഷൻ ഫീ തരാമെന്നും പറയുന്നു. ഇത് കേട്ട് അവരും അവനെ ജോലിക്ക് എടുക്കുന്നു. അങ്ങനെ അവനും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു മുടി തറയിൽ വീണാൽ തന്നെ അവൻ പെട്ടെന്ന് അവിടെ ക്ലീൻ ചെയ്യും. കൂടാതെ കസ്റ്റമേഴ്സിന്റെ ദേഹത്തുള്ള മുടി വരെ തൂത്തെടുക്കാൻ തുടങ്ങി. പോകെ വെട്ടുന്ന ഒരു മുടി പോലും തറയിൽ വീഴാത്ത രീതിയിൽ അവൻ ചാടിപ്പോയി ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം അവനും എല്ലാം പഠിച്ചിട്ട് കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ തുടങ്ങി. ശരിക്കും ജോവാൻ ഒരു കമാൻഡോ ഓഫീസറാണ്. ആ ജോലി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവന്റെ ഡ്രീം ജോബായ ഹെയർ സ്റ്റൈലിസ്റ്റ് ആകാൻ വന്നതാണ് അവൻ.